സോ ഗൈസ്, നമ്മളിന്ന് ലിവർപൂളിലെ സ്ക്വാഡ് ബിൽഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ. സോ നമ്മളെ സെക്കൻഡ് അക്കൗണ്ട് തന്നെയാണ് എടുത്തേക്കുന്നത്, കാരണം നമ്മൾ ഇതിനകത്ത് ഓൾറെഡി ചെൽസിന് സ്ക്വാഡ് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സെർച്ച് ചെയ്ത് നോക്കാം ലിവർപൂളിൻ്റെ പ്ലെയേഴ്സിന്. നമുക്ക് ഏകദേശം 400 മില്യൺ ആ ഒരു റേഞ്ചേ ഉള്ളൂ ബഡ്ജറ്റ്. അതിനുള്ളിൽ പറ്റുന്ന പ്ലെയേഴ്സിനൊക്കെ നമുക്ക് റെഡിയാക്കുന്നതായിരിക്കും. ആൻഡ് നമുക്കൊരു ഹെഡ് ടു ഹെഡ് മാച്ചും പോകുന്നതായിരിക്കും. ഓക്കെ, വേറെ ഒന്നും കൊടുക്കാനില്ല, നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, 400 മില്യണിൽ ഒതുങ്ങുമായിരിക്കും. ആൻഡ് നമുക്ക് ഇനി ഡിഫൻസിൽ നിന്ന് തുടങ്ങണം ഗെയ്സ്. നമുക്ക് നല്ല ഡിഫൻഡർ വേണം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അലിസൺ ഉണ്ട്. ആൻഡ് അലിസണിൻ്റെ കാർഡ് നല്ലതായിരിക്കും. താഴോട്ട് ഇങ്ങനെ ലോ റേറ്റഡ് കാർഡ്സാണ്. ഓക്കെ, അലിസണിൻ്റെ കാർഡ് എന്തായാലും ഒരെണ്ണം എടുക്കുന്നതായിരിക്കും ഗെയ്സ്. നമുക്ക് ഗോൾ കീപ്പർ ആവശ്യമുണ്ടല്ലോ. ഗോൾ കീപ്പർ പിന്നെ അലിസണിൻ്റെ വേറെ കാർഡിനൊക്കെ നല്ല പ്രൈസ് ഉണ്ടാവും. ഓക്കെ, എന്തായാലും അത്യാവശ്യം നല്ലൊരു ഇത് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് എന്തായാലും അലിസണെ വാങ്ങാം. ഓക്കെ, നമുക്ക് ബാക്കിന് ആവശ്യമില്ല, ഒരു സെൻറ്റർ ബാക്കിന് ആവശ്യമില്ല. കാരണം നിങ്ങൾക്കറിയാം നമ്മുടെ അടുത്ത് വാൻഡൈക്കുണ്ട് 109, അതിനെ റാങ്ക് അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു സെൻറ്റർ ബാക്കിനെ മാത്രമേ ആവശ്യമുള്ളൂ. റൈറ്റ് ബാക്ക് ലെഫ്റ്റ് ഒക്കെ വേണം. ഓക്കെ, നമുക്ക് നല്ല അലിസണെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത സെൻറ്റർ ബാക്കായിട്ട് ഈ നമ്മൾ ഇബ്രാഹിം കൊനാട്ടയുടെ കാർഡാണ് ചൂസ് ചെയ്യുന്നത്. നമുക്കിനി റൈറ്റ് ബാക്ക് വേണം. അർണോൾഡിൻ്റെ കുറേ കാർഡ്സ് ഉണ്ടെങ്കിലും സ്റ്റിൽ അതിനൊക്കെ നല്ല പ്രൈസാവും. നമ്മൾ അർണോൾഡിൻ്റെ മേ ബി വേറെ CDM കാർഡോ മറ്റോ വാങ്ങുന്നതായിരിക്കും. സോ എന്തായാലും നമുക്ക് ലെഫ്റ്റ് ബാക്കിനെ നോക്കാം. ഓക്കെ, ബ്രാഡ്ലീൻ്റെ കാർഡിനും അത്യാവശ്യം റേഞ്ച് വരുന്നുണ്ട്. നമുക്ക് താഴോട്ട് നോക്കുവാണെങ്കിൽ എന്താ പറയുക, 196 കോട്ടേജ് 96 റോബർട്ട്സൻ്റെ കാർഡ് കിടപ്പുണ്ട്. സോ ലെഫ്റ്റ് ബാക്കിന് എന്തുകൊണ്ടും വെറുത്തതാന്ന് തോന്നുന്നു. റോബർട്ട്സൻ്റെ വേറെ കാർഡൊന്നും കാണുന്നില്ല നമ്മളെ ബഡ്ജറ്റിൽ പറ്റിയേ. സോ നമുക്ക് എന്തായാലും റോബർട്ട്സണെ ലിസ്റ്റ് ചെയ്യാം. 43 മില്യണേ ആവുന്നുള്ളൂ. 101 പ്ലെയറാണ്. ഓക്കെ, ഇനിയും നമ്മുടെ അടുത്ത് അത്യാവശ്യം 250 മില്യൺ ആ ഒരു റേഞ്ച് ബാക്കിയുണ്ട്. ഓൾറെഡി ആകെ 3 പ്ലേയേഴ്സ് ആയിട്ടുള്ളൂ. ആൻഡ് ഈ അർണോൾഡിൻ്റെ ഈ കാർഡും കുഴപ്പമില്ലായിരിക്കും, നമുക്ക് റൈറ്റ് ബാക്കൊക്കെ കളിപ്പിക്കാം. ഓക്കെ, ലിസ്റ്റിംഗ് ഒന്നും കാണുന്നില്ല, എന്താ സംഭവം ഒന്നും അറിയത്തില്ല. ഓക്കെ, മീൻസ് നമ്മൾ അടുത്ത ഏത് ടീമിൻ്റെയാണ് ബിൽഡ് ചെയ്യേണ്ടതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ലിവർപൂളാണ് ഇപ്പം. ഇനി അടുത്ത ഏത് ടീമാണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഈ കറൻറ്റ്ലി അർണോൾഡ് റയലിലോട്ട് പോയി. സ്റ്റിൽ ഞാൻ ഒരു നല്ല റൈറ്റ് ബാക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അർണോൾഡിനെ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് അത്യാവശ്യം ബാക്ക് സെറ്റായി തോന്നുന്നു. ഏകദേശം എത്ര പൈസയായി നോക്കാം നമുക്ക് ബാക്ക് ഡിഫൻസിന് തന്നെ. ഓക്കെ, 182 മില്യണാണ് ഡിഫൻസിനായിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് മിഡ്ഫീൽഡ് സെറ്റാക്കാം. അടുത്ത് ഓരോ സ്റ്റെപ്പായിട്ട് പോവാം. മിഡ്ഫീൽഡ്, അത് കഴിഞ്ഞ് നമുക്ക് ഫോർവേഡ്. ഈ മിഡ്ഫീൽഡിലോട്ട് എന്തുകൊണ്ടും ബെറ്റർ സൊബോസ്ലൈയുടെ ഈ കാർഡ് തന്നെയായിരിക്കും. സൊബോസ്ലൈയുടെ 35 മില്യണിൻ്റെ ഈ കാർഡും അതുപോലെ തന്നെ നമ്മളെ ഗ്രാവൻബർക്കിൻ്റെ കാർഡുണ്ട്. സോ നമുക്ക് ഗ്രാവൻബർക്കിൻ്റെ കാർഡും എടുക്കാം. 20 മില്യണേ ആവുന്നുള്ളൂ. സ്റ്റിൽ ഗുഡ് കാർഡാണ്. വേറെ മേലോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഓക്കെ, 21 മില്യണിന് കിട്ടുന്നുണ്ട് 104 കാർഡ്. സോ നമുക്ക് നോക്കാം. OVR വിഷയമല്ല ഗൈസ്. ഓക്കെ, നമുക്ക് അങ്ങനെ എന്താ പറയുക, ഇനി OVR എത്തിക്കണമെന്നൊന്നുമില്ല. ഒരു ടീം ഉണ്ടാക്കുക, ഹെഡ് ടു ഹെഡ് കളിക്കുക, അത്ര തന്നെ. ഈ ഹാവിയലിറ്റ് ആണ് ഗൈസ്. ഹാവിയലിറ്റിനെ ഇനിയിപ്പോൾ ചാൻസസ് കിട്ടാൻ കുറവായിരിക്കും, കാരണം ഫ്ലോറിയൻ വിഡ്സ് വന്നുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ പുള്ളി നല്ലൊരു പ്ലേ തന്നെയായിരുന്നു. നമ്മുടെ യൂറോ Under-21 കാഴ്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് പുള്ളി കപ്പ് അടിക്കുകയും ചെയ്തു. ഓക്കെ, നമ്മളെ മിഡ്ഫീൽഡ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം എത്ര പ്രൈസായിരുന്നു. ഏകദേശം 70 മില്യൺ 80 മില്യൺ ആ ഒരു റേഞ്ചായിരിക്കും. ഓക്കെ, ഏകദേശം 74 മില്യൺ ആയിട്ടുള്ളൂ. മിഡ്ഫീൽഡ് കുറച്ചുകൂടി ചീപ്പാന്ന് തോന്നുന്നു നമ്മൾ വാങ്ങിയതിൽ. ഓക്കെ, നമുക്കിനി ഫോർവേഡ് വരാൻ കിടക്കുകയാണ്. ഓക്കെ, സലേൻ്റെ 2 ബില്യൻ്റെ കാർഡൊക്കെയാണ്. നമ്മളെ ബാലൻഡിയോറിൻ്റെ കാർഡുണ്ട്. പിന്നെ കുറേ സലേന് ഇഷ്ടം പോലെ കാർഡുണ്ട് കേട്ടോ. ഹാൾ ഓഫ് ലെജൻസിൻ്റെ കാർഡൊക്കെ കിടപ്പുണ്ട്. പിന്നെ നമ്മളെ ടീം ഓഫ് ദ സീസണിൻ്റെ കാർഡൊക്കെ ഉണ്ട്. ടീം ഓഫ് സീസൺ, ടീം ഓഫ് ദി ഇയറിൻ്റെ കാർഡൊക്കെ. നമുക്കിപ്പോൾ എന്തായാലും ലൂയിസ് ഡേയ്സിന് എടുക്കാം. ലൂയിസ് ഡേയ്സ് കറൻ്റ്ലി ബയണിലോട്ട് പോയിട്ടുണ്ട്. എന്തായാലും സ്റ്റിൽ അർണോൾഡിനെ പോലെ തന്നെ നമുക്ക് ബെറ്റർ ഒരു ഓപ്ഷൻ ലെഫ്റ്റ് വിങ്ങിൽ അവൈലബിൾ അല്ല കറൻ്റ്ലി. കിയേസയുടെ കാർഡ് ലിവർപൂളിൻ്റെ ഇറങ്ങിയോന്ന് എനിക്കറിയില്ല FC മൊബൈലിൽ. ഓക്കെ, നമുക്കെന്തായാലും ഇനിയിപ്പം വേണ്ടത് റൈറ്റ് വിങ് സ്ട്രൈക്കറാണ്. സോ ഡാർവിൻ ന്യൂനസിനെ തന്നെ എടുക്കാം ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഡിയേഗോ ജോട്ടയുടെ കാർഡ് കാണാത്തതുകൊണ്ടാണ് ന്യൂനസിനെ എടുക്കുന്നത്. ഓക്കെ, നമുക്കിനി ഒരാളെ കൂടി ബാക്കിയുണ്ട് ഗൈസ്. ലിവർപൂളിൻ്റെ
ലിവർപൂളിൽ കളിച്ചതിൽ വൺ ഓഫ് ദ ലെജൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്കും എഫേർട്സ് സല ലിവർപൂളിൽ എടുത്തിട്ടുണ്ട് എന്തായാലും. ഓക്കെ, സലയ്ക്കും ഫാൻസൊക്കെ ഉണ്ടാവും എന്തായാലും. ഈ 50 മില്യണിന് ഇത് നമ്മൾ സലേനെ പൊക്കിയിട്ടുണ്ട് എന്തായാലും. ഇനി നമ്മളെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോവുക, ഇവരെ സ്പോട്ടിലിടുക എന്നുള്ളതാണ്. ഓക്കെ, സലയുടെ പർച്ചേസ് ഇപ്പോഴും റെഡി ആയിട്ടില്ല, നമ്മൾ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഏകദേശം 110 മില്യൺ ആയത്. എനിക്ക് തോന്നുന്നു ഡിഫൻസിന് കേസ് നമ്മൾ കുറച്ചുകൂടി സ്പെൻഡ് ചെയ്തു തോന്നുന്നു. കാരണം 4 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ആയിട്ടാണ് നമ്മൾ ചാനലാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കാം. മീൻസ് മൊത്തം ഏകദേശം 368 മില്യണിൻ്റെ അടുത്ത് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടെന്നല്ല, സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ലിവർപൂളിൻ്റെ ടീം ബിൽഡ് ചെയ്യാൻ. ചെൽസിക്ക് ഇത്രയൊന്നും ആയിട്ടില്ല, 300 മില്യൺ താഴെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നമ്മളത് അലിസൺ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗോൾ കീപ്പറേക്കാട്ടും ബെറ്ററാണ് അലിസൺ. ഓക്കെ, പിന്നെ വാണ്ടേക്കിൻ്റെ കളി ഞാൻ കളിപ്പിച്ച് നോക്കുന്നില്ല. ഈ അക്കൗണ്ടിൽ അങ്ങനെ കളിക്കാറ് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ റാങ്കും കുറവായിരിക്കും. മേ ബി ഓപ്പോണൻ്റായിട്ട് വരിക അവർ ആയിരിക്കും. സോ സ്റ്റിൽ നമ്മളെ പ്ലേയേഴ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളിപ്പിച്ച് നോക്കുന്നത്. ഞാൻ ഹെഡ് ടു ഹെഡൊന്നും കാണിക്കുന്നില്ല, മീൻസ് ഹെഡ് ടു ഹെഡൊന്നും വീഡിയോ കാണിക്കുന്നില്ല. ജസ്റ്റ് റിസൾട്ട് കാണിച്ചു തരാം ഹെഡ് ടു ഹെഡ് കഴിഞ്ഞിട്ടുള്ള. അർണോൾഡിൻ്റെ നമ്മൾ സ്കിൽ പോയിൻ്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. സ്കിൽ പോയിൻ്റ് കൊടുത്താൽ കുറച്ചുകൂടി കൂടുതലായിരിക്കും. ലെഫ്റ്റ് ബാക്കിൽ റോബർട്ട്സൺ. ഓക്കെ, ഡിഫൻസ് സെറ്റായിട്ടുണ്ട്. ഇനി ഡിഫൻസ് മിഡ്ഫീൽഡ് സെറ്റാണ്. ഓക്കെ, ഇനി നമ്മളെ ലെഫ്റ്റ് വിങ്ങിൽ ലൂയിസ് ഡയസ് ഉണ്ട്, ഹാവി എലിറ്റ് ഉണ്ട്, ആൻഡ് ഡാർവിൻ ന്യൂനസ് ബാക്കിയുണ്ട് ഈസ്. ഓക്കെ, നമുക്ക് ഡാർവിൻ ന്യൂനസിനെയും കൂടി ഇടാം. അത് കഴിഞ്ഞാൽ സ്കോഡ് സെറ്റാണ്. നമുക്കൊരു ഹെഡ് ടു ഹെഡ് മാച്ച് കളിക്കാം. ഓക്കെ, സോ ഓപ്പോണൻ്റ് പ്ലെയറും എനിക്കൊന്ന് തന്നെ ആയിരിക്കണം. ചെൽസി സ്കോഡ് തന്നെയാണ് അപ്പുറം വന്നേക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മളെ സ്കോഡ്, നമ്മൾ ബിൽഡ് ചെയ്ത സ്കോഡാണിത്. ആൻഡ് ഈ അപ്പുറത്തെ സ്കോഡ് നോക്കുവാണെങ്കിൽ 99 സ്കോഡാണ്. മേ ബി ആയിരിക്കും കേസ്. ഓക്കെ, നമുക്ക് ചെറിയ നെറ്റ് ഇഷ്യൂ ഉണ്ട്, നോക്കട്ടെ കേസ്. കളിക്കാൻ പറ്റുവാണെങ്കിൽ കളിക്കും, മേ ബി ലെഫ്റ്റ് ആയേക്കാം. സോ കേസ് കളി എന്തായാലും നമ്മൾ 8-0 ജയിച്ചിട്ടുണ്ട്. വലിയ ഇതൊന്നുമില്ലായിരുന്നു. അലിസണെ കൊണ്ടൊരു ഗോൾ അടിച്ച് കേസ്, അതാണ് ഏറ്റവും വലിയ സംഭവം. ഈ വെറുതെ ഗോൾ അടിച്ച് മടുത്തപ്പം അലിസണെ കൊണ്ടൊരു ഗോൾ അടിപ്പിച്ചാണ്. ന്യൂനസ് അടിച്ചു, സല അടിച്ചു, ഓരോ പ്ലേയേഴ്സിനും വെച്ച് ഓരോ ഗോളങ്ങ് അടിച്ചു. സെറ്റാണ് കേസ്.